നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDA സർക്കാർ. മൂന്നാം മോദി സർക്കാരിന് കളമൊരുക്കി NDA നേതാക്കൾ വെള്ളിയാഴ്ച രാഷ്ട്രപതിയെ കാണും. പിന്തുണക്കത്ത് ഘടകകക്ഷി നേതാക്കൾ രാഷ്ട്രപതിക്ക് കൈമാറും. ഇന്ന് ചേർന്ന NDA യോഗത്തിലാണ് സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടായത്. ശനിയാഴ്ച സത്യപ്രതിജ്ഞ നടക്കുമെന്നാണ് സൂചന. NDA യോഗത്തിന് മുൻപ് ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാർ തുടങ്ങിയ നേതാക്കളുമായി BJP നേതൃത്വം ആശയവിനിമയം നടത്തി. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. ഡൽഹിയിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അനിശ്ചിതത്വത്തിന്റെ കാർമേഘങ്ങൾ ഒഴിയുകയാണ്. മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ശനിയാഴ്ച സത്യവാചകം ചൊല്ലും. ഇതിന് സാഹചര്യമൊരുക്കാൻ നിലവിലുള്ള മന്ത്രിസഭയുടെ രാജി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രപതിക്ക് കൈമാറി. 17ാം ലോക്സഭ പിരിച്ചുവിടാനുള്ള കേന്ദ്രമന്ത്രിസഭാ യോഗം രാഷ്ട്രപതി അംഗീകരിച്ച് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. അഭ്യൂഹങ്ങൾക്കെല്ലാം ഒടുവിൽ തെലുങ്ക് ദേശവും JDUവും NDAയിൽ ഉറച്ചു നിൽക്കുമെന്ന് വ്യക്തമാക്കി. I am also experienced. I have seen so many political changes in this country. We are in NDA. മറ്റന്നാൾ ചേരുന്ന NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നരേന്ദ്രമോദിയെ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കും. തുടർന്നാകും ഘടകകക്ഷി നേതാക്കൾ രാഷ്ട്രപതിയെ സന്ദർശിക്കുക. അനൌദ്യോഗിക ഉഭയകക്ഷി ചർച്ചകളിൽ സുപ്രധാന വകുപ്പുകളും സ്പീക്കർ സ്ഥാനത്തിനുമടക്കം അവകാശവാദം ഉന്നയിച്ചാണ് NDAയിൽ തെലുങ്ക് ദേശവും JDUവും നിലയുറപ്പിച്ചിരിക്കുന്നത്. NDA വിപുലീകരിക്കാനുള്ള നീക്കങ്ങളും ഇതിനിടെ BJP ശക്തമാക്കി. ഇന്ത്യ മുന്നണിയിലെ ചില പാർട്ടികളെയും ചില ഗ്രൂപ്പുകളെയും ലക്ഷ്യമിട്ടാണ് നീക്കം. നരേന്ദ്രമോദിക്കൊപ്പം ഘടകകക്ഷികളിൽ നിന്നുള്ള അംഗങ്ങളും മന്ത്രിമാരായി സത്യവാചകം ചൊല്ലും. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി.